നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് പാപം, പാപബോധം, അനുതാപം, വീണ്ടും ജനനം, ജീവന്റെ പുതുക്കം. സ്തോത്രം. എല്ലാവരുടെയും സ്തോത്രം പോയി, സന്തോഷം പോയി. അമ്മേ, നിങ്ങൾ നൃത്തം ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷമാ, ഞങ്ങൾക്ക് സന്തോഷമാ, കർത്താവിനും സന്തോഷമാ. പക്ഷേ ഇടയ്ക്ക് ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് അങ്ങ് ചെയ്യുകയാണെങ്കിൽ കർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അനാധാരമായ ഒരു വേദഭാഗം വായിക്കാൻ നമുക്ക് ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. സ്തോത്രം. മതി. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. നീ ശ്രദ്ധിച്ചു കേട്ടെ. സാധാരണ സാമുദായിക വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിന്റെ ഉപദേശമായ പാപം, പാപബോധം, മാനസാന്തരം, അനുതാപം, വീണ്ടും ജനനം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നവർ അതിനെ വളരെ ശക്തമായി ഊന്നൽ കൊടുത്ത് നമ്മെ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അതിന്റെ അന്തസ്സത്തെ എത്രമാത്രമാണെന്ന് നാം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് ഒന്നേ എന്ന് ബാലപാഠം തൊട്ട് തുടങ്ങി, ഇവിടെ ഒരു പണിപ്പുരയാണെന്ന് ഞാൻ പ്രാരംഭമായി പറഞ്ഞു. ഈ പണിപ്പുരയിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞവരായിരിക്കാം, നിങ്ങൾ വായ്കൊണ്ടേറ്റ് പറഞ്ഞവരായിരിക്കാം, നിങ്ങൾ കൈപോക്കിയവരായിരിക്കാം, നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചവരായിരിക്കാം, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം, കൃപാവരങ്ങൾ ഉള്ളവരായിരിക്കാം, കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരായിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇവിടെ തർക്കമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. ആ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഈ കേൾക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം തരുന്ന ഒരവസരമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. 2 പറയാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു എന്ന് നാം പഠിക്കുന്നുണ്ട്. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. അപ്പൊ നമുക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ മുൻകൈ എടുത്തതും അത് പറിച്ചതും ആദമിന് കൊടുത്തതും എല്ലാം ഹവ്വയാ. ആമേൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ പറഞ്ഞു, എന്നാൽ അവർ ആദാം എന്ന പോലെ എന്റെ നിയമത്തെ ലംഘിച്ചു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഹവ്വയല്ലേ അത് പറിച്ചത്? ഹവ്വയോടല്ലേ പാമ്പ് സംസാരിച്ചത്? ഹവ്വയല്ലേ അത് തിന്നാൻ ആഗ്രഹിച്ചത്? ഹവ്വയല്ലേ അതിന്റെ സൗന്ദര്യം കണ്ടത്? അത് സ്വാദുള്ളതെന്ന് മനസ്സിലാക്കിയത്? ദൈവത്തെ പോലാകുമെന്ന് ഹൃദയത്തിൽ ധരിച്ചത് ഹവ്വയല്ലേ? പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ് ഇവിടെ ആദം എന്ന പോലെ അവർ എന്റെ നിയമത്തെ ലംഘിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 9 ക്യാമ്പുകൾ നടത്തി. എല്ലാ ക്യാമ്പിലും ഓരോ വിഷയം എടുത്തു വെച്ച് ദൈവകൃപ, ഡിസൈപ്പിൾഷിപ്പ്, ദൈവസ്നേഹം, വിശ്വസ്തത, പിന്നെ പുറപ്പാട്, നിത്യത, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ക്യാമ്പുകൾ നടത്തി. ഒരു വിഷയം എടുത്ത് പഠിക്കുകയും അതോടൊപ്പം ആരാധനയും എല്ലാം കൂടെ ഒന്നിച്ച് സമന്വയിപ്പിച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പുകൾ പോയത്. എന്നാൽ ഇതൊരു ആനുവൽ ക്യാമ്പ് എന്ന വണ്ണം ഈ ഒരു വർഷത്തെ ക്യാമ്പിന്റെ എല്ലാം കൂടെ ആകത്തുകയായിട്ട് നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള വിഷയം എടുത്ത് പഠിക്കുമ്പോൾ നോക്കിക്കേ, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ ജനത്തെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ ജനത്തെ മടക്കി ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നേന്ന് തുടങ്ങുകയാണ്. നോക്കിക്കേ, അവർ ആദമെന്ന പോലെ എന്റെ നിയമത്തെ ലംഘിച്ചു. എന്താ പാപം? നമ്മൾ പറയും ലക്ഷ്യം തെറ്റിക്കുന്നു, ദൈവത്തോട് വേർപെടുന്നു, ഇതെല്ലാം പാപത്തിന് അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ ഇവിടെ ആദമിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ആദം നിയമത്തെ ലംഘിച്ചു. ലംഘനം
വയലേഷൻ. അപ്പോ ഒരു നിയമത്തിന്റെ വയലേഷൻ അവിടെ നടന്നു. കണ്ടോ, ലംഘനം. 32-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ, 1-2 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വേഗത്തിൽ ആരെങ്കിലും എടുത്ത് വായിച്ചേ. സങ്കീർത്തനം 32-ന്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 2 പദം ആവർത്തിച്ച് ഈ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാം, ലംഘനം അഥവാ അകൃത്യം എന്ന് പറയുന്നുണ്ട്, പാപമെന്ന് പറയുന്നതുമുണ്ട്. സ്തോത്രം. ആമേൻ. അപ്പൊ നിയമത്തെ ലംഘിച്ചു എന്ന് യഹോവയായ ദൈവം ആദമിനെ കുറിച്ച് പറയുമ്പോൾ, ഈ നിയമം ലംഘിക്കാനുള്ള കാരണം ഹവ്വ കേട്ട ആലോചനയുണ്ട്. ഹവ്വയ്ക്ക് അത് നല്ലതെന്ന് തോന്നിയിട്ട് ഹവ്വ അത് പറിക്കാൻ ആഗ്രഹിച്ച് ഹവ്വ അത് തിന്നാൻ ആഗ്രഹിക്കുമ്പോൾ തനിക്ക് തന്റെ തക്ക തുണയായിട്ട് ആദമിന് തക്ക തുണയായി കൊടുത്ത ഹവ്വ ആദമിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആമേൻ. ഇതെന്താണെന്ന് അറിയാതല്ല ആദം അത് ഭക്ഷിക്കുന്നത്. ആദത്തോടാണ് യഹോവയായ ദൈവം പറയുന്നത്. 32:17 പറയുമ്പോൾ, തോട്ടം കാക്കാനും തോട്ടത്തിൽ പണി ചെയ്യാനും യഹോവയായ ദൈവം അവരെ അവിടെ ആക്കി വെച്ചിട്ട്, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും നിശ്ചയമെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ ആദത്തിനോടാ പറയുന്നത്. ആദമാണ് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടവൻ. ആദത്തിന്റെ വാരിയലിൽ നിന്ന് ആദത്തിന് തുണയായി കൊടുത്ത ഹവ്വയാണ് സർപ്പം ഉപായത്താൽ ചതിച്ചെന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാ ആദം എന്റെ നിയമത്തെ ലംഘിച്ചെന്ന് പറയുന്നേ? ആമേൻ. വേദപുസ്തകത്തിൽ എഴുതിയതല്ല ഞാൻ പറയുന്ന, പക്ഷേ അതിനകത്ത് നിന്ന് ഞാൻ പറയുകയാണ്. ആലോചന കേട്ട ഹവ്വ ഈ വിഷയം ആദമിനോട് ഷെയർ ചെയ്യുമ്പോൾ താൻ ഏർപ്പെടാൻ പോകുന്ന കാര്യത്തിൽ തന്റെ കൂടെ നിൽക്കാൻ ഹവ്വ ആദമിനെ പ്രലോഭിപ്പിച്ചു. എവിടെയാ ആദമിന്റെ ലംഘനം വരുന്നത്? നിയമം കേട്ടവൻ, നിയമം അനുസരിക്കേണ്ടവൻ, നിയമം മനസ്സിലാക്കിയവൻ, അവൻ നോക്കിക്കേ ഒരു പ്രലോഭനത്തിൽ അകപ്പെട്ടിട്ട് ആ പാപത്തിന്റെ ഓഹരിക്കാരനായി തീർന്നു. ഹവ്വയെ ഉപായത്താൽ ചതിച്ചെന്ന് വേദഭാഗം പറയുമ്പോൾ തന്നെ സ്വർഗം പറയാണ്, ആദമന്റെ നിയമത്തെ ലംഘിച്ച് എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു.